ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് 12 പാനൽ അനാർക്കലി കുർത്തിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അതിന് നമുക്ക് വേണ്ടത് 3 മീറ്റർ തുണിയാണ്. 1 മീറ്റർ എന്ന് വെച്ചാൽ 40 ഇഞ്ചാണ്. ഇതൊരു സാരിയാണ്. ഇതിൽ നിന്ന് സ്ലീവിന് വേണ്ടത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തുണി നമുക്ക് 4ആയി മടക്കി വെക്കണം. ആദ്യം ഒരു മടക്കുക, പിന്നെ ഒന്നും കൂടിയും മടക്കാം. അപ്പോൾ ഈ വീഡിയോ ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ സ്വന്തം എടുക്കുകയാണ്, അപ്പോൾ സ്റ്റാൻഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ സാരിയുടെ മേലെയുള്ള ബോർഡറും താഴെയുള്ള ബോർഡറും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ താഴെയുള്ള ബോർഡർ ഞാൻ പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. മേലുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ എത്ര വീതി ഉണ്ടെന്ന് നോക്കണം. എൻ്റെ ഈ തുണിക്ക് 29 ഉള്ളത്. അതിനെ 3 ഭാഗമാക്കി മാറ്റണം. അതായത് 29 ഹരിക്കണം 3. അപ്പോൾ നമുക്ക് 9.6 കിട്ടും. അത് നമ്മൾ 3 ഭാഗമായിട്ട് മുകളിലും താഴെയായിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ചെസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് നോക്കണം. എൻ്റെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 34 അതിൻ്റെ കൂടെ 3 കൂടെ പ്ലസ് ചെയ്യണം. അതായത് അപ്പോൾ എനിക്ക് 37 കിട്ടും. അത് ലൂസിന് വേണ്ടിയിട്ടാണ്. ഈ 37നെ 12 കൊണ്ട് ഹരിക്കണം. ഈ 12 എവിടെ വന്നു വെച്ചാൽ നമ്മൾ 12 പാനലാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 12 കൊണ്ട് ഹരിക്കുമ്പോൾ എനിക്ക് 3 കിട്ടും. ഈ 3ൻ്റെ കൂടെ പ്ലസ് 1 കൂടെ കൂട്ടണം. അപ്പോൾ 4 കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് മേലെ 4 മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത്താണ് വേണ്ടത്. വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് എൻ്റെത് 13. അപ്പോൾ മേലെ നിന്ന് താഴോട്ടേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 13 ഇഞ്ചിൽ നിന്ന് നേരെ 4 മാർക്ക് ചെയ്യണം. 4 മാർക്ക് ചെയ്തിട്ട് മുകളിൽ മാർക്ക് ചെയ്ത 4ൽ നിന്ന് താഴെ മാർക്ക് ചെയ്ത 4ലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് താഴെ മാർക്ക് ചെയ്ത 9.6 അതിലേക്ക് ഒരു സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് നമ്മൾ എന്നിട്ട് നേരെ തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ സൈഡ് ഭാഗത്ത് കുറച്ച് ബാലൻസ് ആയിട്ട് തുണി വരും. അത് നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വെക്കണം. വേറെ തുണിയൊന്നും വേസ്റ്റായി പോകരുത്. പിന്നെ അത് വീണ്ടും തിരിച്ച് വെക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 6 പീസ് വരും. അങ്ങനെ 12 പീസാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ നല്ല ഭാഗം വെച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. താഴെ ഭാഗത്ത് ചിലപ്പോൾ കയറിയോ ഇറങ്ങിയോ ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൻ്റെയും ബാക്ക് പാർട്ടുമായിട്ട് 2ആയിട്ട് മടക്കി വെക്കാം. അപ്പം ബാക്കിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ട് വെച്ചിട്ട് ബാക്കി അളവുകൾ നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ എടുത്തത് 6.5 അത് 6.5 മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യണം. ഞാൻ എടുത്തത് 7. പിന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. എൻ്റേത് 34. ആ 34നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 8.5 കിട്ടും. അതിൻ്റെ കൂടെ 1.5 തയ്യൽ തുമ്പായിട്ട് നമ്മൾ കൂട്ടണം. അപ്പോൾ എനിക്ക് 9.8 കിട്ടും. പിന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത്താണ് ഞാൻ 13 എടുത്തെന്ന് പറഞ്ഞല്ലോ. പിന്നെ വേസ്റ്റ് റൗണ്ടും അളന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ എത്ര ലൂസ് ചേർക്കണം, 1.5 ഇഞ്ച് ലൂസ് ചേർക്കണം. പിന്നെ വേണമെങ്കിൽ സ്ലിറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക, അതിൻ്റെ വിഡ്ത്തും മാർക്ക് ചെയ്യുക. ഇതാണ് ലാസ്റ്റ്. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആം ഹോൾ വരച്ചെടുത്തിൽ നമ്മളൊരു കർവായിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിലൂടെ കട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും താഴെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു നേരെ കട്ട് ചെയ്യുന്നതിന് പകരം ഒരു കർവായിട്ട് കട്ട് ചെയ്യണം. എന്നാലും നമുക്ക് അവിടെ ഒരു ഫിനിഷ്